ഹലോ ഫ്രണ്ട്സ്, ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടല്ലോ. ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് സവാളയും ഉള്ളിയാണ്. സവാളയും ഉള്ളിയും വാപ്പായും ഉമ്മയും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കട്ടാക്കി തന്നു. ഞാൻ അങ്ങനെ പോയി ഒരു തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പേസ്റ്റെല്ലാം ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുനുകുനാന്നിട്ടുള്ള സവാള എടുത്തു. പിന്നെ അതിനുശേഷം വലിയ സൈസ് ചിക്കനായിരുന്നു കിട്ടിയിരുന്നത് പീസ്. അങ്ങനെ അതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ശേഷം അതിനെ ഒന്ന് നല്ല തിളപ്പിച്ച വെള്ളത്തിലിട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുന്ന വെള്ളമാണ്. കാരണം ബ്ലഡും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും മാറാനായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ബീഫ് കിട്ടിയാലും മട്ടനായാലും ചിക്കനായാലും ഇങ്ങനെ ചെയ്യുന്നത് അത്രയ്ക്ക് നല്ലതാണ്. നമ്മളല്ലാതെ തന്നെ മസാലകളും ഒക്കെ ഇടുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റും കൂടിക്കിട്ടും. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മസാലകളെല്ലാം കൂട്ടി യോജിപ്പിക്കുകയാണ്. മസാലപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളത്. ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ലാസ്റ്റ് ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനിയിപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ചിക്കനിലൊന്നും പറ്റാത്ത സ്ഥലത്ത് ഞാനൊന്ന് സെറ്റ് ചെയ്ത് വീണ്ടും ഓരോന്ന് നോക്കിയായിരുന്നു ഞാൻ മസാലകളെല്ലാം മിക്സ് ചെയ്ത് തേച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുക്കർ എടുത്തു. എത്രത്തോളം ആവശ്യം വേണം അത്രത്തോളം ഉള്ള രീതിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ നല്ല പച്ച കരിവേപ്പില എടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്പൂണിട്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലോട്ട് കുനുകുനാന്നരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ തന്നെ നല്ലൊരു പച്ച മണം വന്നു തുടങ്ങില്ല. ഒരു പച്ച മണം മാറുന്നത് വരെയാണ് നന്നായിട്ട് മിക്സ് ചെയ്യാനുള്ളത്. അതിലോട്ട് പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനോട്ട് ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടും. ശേഷം ഞാൻ അതിലോട്ട് നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടി ഇട്ട് വെച്ചിട്ടുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു പച്ച മണമൊക്കെ മാറി ഒരു ഗ്ലാസ് സ്കിന്നാവും പോലെ, നമ്മളെ ഫേസിൽ ഗ്ലാസ് സ്കിന്നൊക്കെ ആവില്ലേ, അതുപോലെ തന്നെ സവാളയ്ക്കും ഗ്ലാസ് സ്കിന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുവാണ്. അതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് ഇട്ടിട്ടുള്ള കേട്ടോ, അതും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മസാലപ്പൊടിയും ഇട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ചിക്കനിൽ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. എന്നാലും മസാല അതിൻ്റേതിനെക്കാട്ടി കുറച്ചും കൂടെ ശകലം കൂടുതലാക്കിയിട്ട് വീണ്ടും നമ്മൾ ഈ വഴറ്റുമ്പോൾ സവാളയിൽ ഇട്ട് കൊടുക്കണം. അപ്പം കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. ചിക്കൻ എത്രത്തോളം നമുക്ക് മസാലകൾ ചേർക്കാൻ പറ്റും അത്രത്തോളം ഇടുമ്പോഴത്തേക്കാണ് ടേസ്റ്റ് വ്യത്യാസം വരുന്നത്. ഞാനിത് ആദ്യമായിട്ട് വെക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പഠിച്ച കണക്കാണ് വെക്കുന്നത്. പിന്നെ എൻ്റെ ശബ്ദം ഇങ്ങനെ ഉള്ളത് ഇനി ജലദോഷമാണ് കേട്ടോ, അതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ എടുക്കുന്നു. ചിക്കൻ എടുത്ത് ഞാൻ മസാലയ്ക്കകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി വെച്ചിട്ടുള്ള സവാളയും ചിക്കനും കൂടി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റും, എത്രത്തോളം നമുക്ക് മസാലകളും കിട്ടിയിട്ടുണ്ട് അത്രത്തോളം ചിക്കൻ കറിയായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുവരെ ഇങ്ങനെയൊന്നും വെച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് നോർമലി ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. അതായത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചു വയ്ക്കാം. നന്നായിട്ട് ചിക്കനിലും അതുപോലെ തന്നെ സവാളയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടയ്ക്കാം. ചെറിയ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ചെറിയ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുക്കർ അടച്ചു വയ്ക്കുകയാണ്. ഞാൻ ചിക്കൻ കറി ആദ്യമായിട്ട് വെക്കണോണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചിക്കൻ കറി. അപ്പം കുറച്ച് തെറ്റും കാര്യങ്ങളൊക്കെ കാണും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ കുക്കർ നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു വിസിൽ കേട്ടതിന് ശേഷം എടുക്കുന്നുണ്ട്. നന്നായിട്ട് ആവിയൊക്കെ പോയി. പിന്നെ അതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല മണമായിരുന്നു കേട്ടോ. ഞാൻ വെച്ചുകൊണ്ട് പറയണമല്ല, നല്ല സെറ്റ് ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഓഫീസിൽ ഒന്നിൽ കൂടുതലായ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു പോവും ചിക്കൻ. അപ്പം ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല.
സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ എല്ലാവരും വെക്കുന്ന ചിക്കൻ കറികളെല്ലാം പല തരത്തിലല്ലേ, ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ചൂട് ചോറും അതുപോലെ തന്നെ കിഴങ്ങും ചിക്കനും കൂടെ വെച്ചൊരു നല്ല പിടി പിടിച്ചു. നല്ല ടേസ്റ്റായിരുന്നു ചിക്കൻ. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ആരും എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിലും ഇനി കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കേ.